ഹായ് ഫ്രണ്ട്സ്, ക്യൂട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ഉണ്ടൂസും നല്ല ഉറക്കത്തിലാണ്. ഉണ്ടൂസ് ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഞാനും കിടന്നുറങ്ങി. പക്ഷേ നമ്മളെ കുഞ്ഞൂസ് എപ്പോഴത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അച്ചച്ചൻ്റെ മടിയിൽ ഹാജരായിട്ടുണ്ട്. അവൾ നല്ല മൂഡിലായിരുന്നു, നല്ല കളിയായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ശ്രീനി വന്നിട്ട് പെട്ടെന്ന് പറയുന്നത്, ഇന്നെൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന്. അവർ കുറച്ച് ദൂരെ നിന്ന് വരുന്നത്, ഒരാൾ ഇവിടെ അടുത്തുള്ളതാണ്, ഒരാൾ കുറച്ച് ദൂരെ നിന്ന് ഉണ്ടൂസിനെയും കുഞ്ഞൂസിനെയും കാണാനായിട്ട് വരുന്നതാണ്. അപ്പം ഞാൻ വേഗം ചാടി എഴുന്നേറ്റ് ഉണ്ടൂസിനെ എഴുന്നേൽപ്പിച്ച് അവർ വരുമ്പോഴത്തേനൊന്ന് സെറ്റാക്കണമല്ലോ. ഞാൻ ഉണ്ടൂസിനെ എടുത്ത് അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേനും കുഞ്ഞിക്ക് കൊടുക്കാനുള്ള കുറുക്ക് സെറ്റാക്കുന്ന പരിപാടിയിലായിരുന്നു അമ്മ. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഉണ്ടൂസിനുണ്ട്. ഭയങ്കര വാശിയായിരുന്നു കുറച്ച് നേരത്തേക്ക് അവൾ. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് നമ്മൾ കുഞ്ഞിക്ക് ഫോർമുല മിൽക്കാണ് കൊടുക്കാറുള്ളത്. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഫുഡ് കുറുക്കോ അങ്ങനെ വല്ലതും കൊടുക്കാറുള്ളൂ. അപ്പോൾ കുഞ്ഞിക്ക് പാലൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കുമ്പോഴത്തേനും അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു. ഇതാണ് നമ്മുടെ അതുല്യ, അനു. അപ്പോൾ 2 ആൻറ്റിമാരും കുഞ്ഞിളെ കാണാൻ വന്നപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ടാണ് വന്നത്, 2 ഫ്രോക്ക്. ഇപ്പം നമ്മുടെ ശ്രീനി അത് ഓപ്പണാക്കി നോക്കുവാണ്. പക്ഷെ ഒന്ന് കുറച്ചൊരു വലുതായിരുന്നു കേട്ടോ. അവർക്ക് ഇപ്പം അത് യൂസ് ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, ഒരു 1-2 മാസം കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഒന്ന് ഓക്കെ പക്ക കറക്റ്റായിരുന്നു. പക്ഷേ 2 ഒരേ സൈസ് പറഞ്ഞിട്ട് ഒന്ന് വലുതായി പോയതിൻ്റെ സങ്കടത്തിലായിരുന്നു അതുല്യ. അത് ശ്രീനി ജസ്റ്റ് ഒന്ന് ഉണ്ടൂസിന് വെച്ച് നോക്കി, പക്ഷേ അത് പുള്ളിക്കാരിക്ക് തീരെ പിടിച്ചിട്ടില്ല. നല്ല ദേഷ്യത്തിലായിരുന്നു ഉണ്ടൂസ്. അവരത്രയും ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നല്ലോ, അപ്പോൾ അവർക്കൊന്ന് ഇട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 2 കൽപ്പിച്ച് ശ്രീനി അതങ്ങ് ഇട്ട് കൊടുത്തു ഉണ്ടൂസിന്. പിന്നെ അവർ ഉണ്ടൂസിനെ എടുത്തങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. നമ്മുടെ കുഞ്ഞൂസാണെങ്കിൽ അവർ വന്നപ്പോൾ തൊട്ട് ഉറക്കമായിരുന്നു. അവർ പോയതിന് പിന്നാലെ ഞങ്ങളും ഇറങ്ങി. 2 ദിവസം മുന്നേ ഇവർക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞ് ഒന്നും കൂടി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിവിടെ. പക്ഷേ ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ആ സമയത്ത് നമ്മൾ അവരെയും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് തൊട്ട് മുന്നിൽ ഒരു മാവ് നിറച്ച് മാങ്ങ കണ്ടത്. അപ്പം നമ്മുടെ നടുത്ത് അങ്ങോട്ടായി. ഒരു മാങ്ങ പറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങോട്ട് പോയതെങ്കിലും എല്ലാ മാങ്ങയും നല്ല ഹൈറ്റിലായിരുന്നു. ഒരു മാങ്ങ പോലും എത്തിപ്പറിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശശിയായെങ്കിലും നമ്മളതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ചത്, ഡോക്ടർ വന്നോളും പറഞ്ഞു. പക്ഷേ ഡോക്ടർ വന്നിട്ട് എന്താ കാര്യം? നമ്മുടേത് 13ാമത്തെ ടോക്കണായിരുന്നു. വീണ്ടും കട്ട വെയിറ്റിംഗ്. അതിനിടയിൽ കുറേ സെൽഫീസും വീഡിയോസും. ഉണ്ടുവിനെ കൊണ്ട് ഹായ് പറയിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ ഉണ്ടു അത് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഉണ്ടുവിന് എന്ത് ഹായ് വന്നതിന്, അവളുടെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു. പിന്നീട് ഉണ്ടൂസ് കരയാൻ തുടങ്ങി. ഉണ്ടൂസിൻ്റെ കരച്ചിൽ മാറ്റാനുള്ള ശ്രമത്തിലാണ് ശ്രീനി. കുഞ്ഞൂസാണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു. കുഞ്ഞൂസ് അമ്മേനെ ഇരിക്കാൻ വിടുന്നില്ല, ഇരിക്കുമ്പം കരയും. അമ്മ അവളെ എടുത്ത് നടത്താൻ തന്നെയായിരുന്നു. പിന്നെ നമ്മളെ ഡോക്ടറെയൊക്കെ കാണിച്ച് വലിയ പുറത്തിറങ്ങി. അച്ഛൻ വണ്ടി എടുക്കാൻ പോയിട്ടില്ല. വണ്ടി എടുത്തിട്ട് വരുന്നത് വരെയുള്ള കലാപരിപാടികളാണിത്. കണ്ടോ നമ്മളെ ഉണ്ടൂസിനെയും കുഞ്ഞൂസിനെയും കണ്ടോ? പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഞാനും അച്ഛനും ശ്രീനിയും കൂടെ ഉണ്ടൂസിനെ എടുത്ത് ഫുഡ് കഴിക്കാൻ വന്നു. അമ്മ കുഞ്ഞൂസിനെ എടുത്തിട്ട് വണ്ടിയിലായിരുന്നു. നമുക്ക് നമ്മളാരെങ്കിലും ഒരാൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാനും ശ്രീനിയും അപ്പം മിക്സാണ് ഓർഡർ ചെയ്ത്, അച്ഛൻ അപ്പം പൊളിച്ചതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.